താനിതുവരെ പോയില്ലേ? എടോ, ഫീസില്ല കേസൊന്നും ഏറ്റെടുക്കാൻ ഇപ്പൊ നേരമില്ല. ഭാര്യ പ്രസവത്തിന് പോയിരിക്കുക. ഒരു മാരുതി ബുക്ക് ചെയ്തത് ഈ ആഴ്ച വരും. ഒരുപാട് പണത്തിന് ആവശ്യമുള്ള സമയമാണ്. ഫീസ് കക്ഷികളോട് ചോദിക്കാൻ വക്കീലെ അവര് തരും. എന്നിട്ട് അവരെന്താ വരാഞ്ഞേ? എടോ, തനിക്ക് എവിടെ ചെന്നാലുണ്ടല്ലോ ഈ കേസും കുണ്ടാവണ്ടിയൊക്കെ. അന്നെന്തായിരുന്നു? ആദ്യം വന്നത് വിസ കേസിനായിരുന്നു. വിസ തരാമെന്നും പറഞ്ഞ് എന്നെ ഒരുത്തൻ 2500 രൂപ പറ്റിച്ചല്ലോ. ആ, വിസ കേസ് പിന്നെ ഉണ്ടായിരുന്നല്ലോ. അത് ഇതുപോലെ ഏതോ ഒരു തേങ്ങാ കേസ് എന്തോ ആയിരുന്നില്ലേ? കേസി ചാത്തൂട്ടി ലോറി ഡ്രൈവർ തേങ്ങാ പാട്ടത്തിന്റെ കേസായിരുന്നത്. അതെ അതെ, അന്ന് ഞാൻ അത്ര ബിസി ആയിരുന്നില്ല. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. ഇതൊരു ജീവകാരുണ്യ പ്രശ്നമാണ് വക്കീലെ. എന്റെ കാര്യം പോട്ടെ എന്ന് വെച്ചാലും കേസ് നടത്തിയില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കാര്യം അവതാളത്തിലാവും. ഫീസിന്റെ കാര്യത്തില് വക്കീല് പേടിക്കേ വേണ്ട. അതൊക്കെ ശരി തന്നെ. ഈ കക്ഷികൾ ഇത്രയും തുലഞ്ഞെന്ന് ഞാൻ കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഒരു പ്രാവശ്യത്തേക്ക് മതി. വക്കീല് വന്ന് പറഞ്ഞാലേ സംഗതിയുടെ ഗൗരവം അവർക്ക് മനസ്സിലാവും. അതുകൊണ്ടാ. ശരി, നാളെ കഴിഞ്ഞു വാ, ഞാൻ വരാം, സംസാരിക്കാം. പിന്നെ വക്കീലെ, ഈ അടി കിട്ടിയ സംഭവത്തില് നമ്മളൊരു കേസ് കൊടുക്കുന്നോ? പോടാ. കേസിന് മുഴക്കിനൊന്നും ഞങ്ങളില്ല, അതുകൊണ്ടാ. നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? കോടതിയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? അന്യായക്കാരന്റെ ഇഷ്ടം പോലെ അല്ലേ സംഭവങ്ങൾ നീങ്ങൂ. തേങ്ങ കൊണ്ടുപോയതുപോലെ എല്ലാം അവൻ വന്ന് എടുത്തോണ്ട് പോയാൽ നിങ്ങളങ്ങനെ ജീവിക്കും. ഞാനേ 100 കൂട്ടം തിരക്കുകൾ കിടന്ന ഇങ്ങോട്ട് വന്നത്. കക്ഷികളെ അന്വേഷിച്ച് എന്ന് കേസ് പിടിക്കേണ്ട ഗതികളൊന്നും എനിക്കില്ല. സുധാകരൻ വന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും നിങ്ങളുടെ കാര്യമാണ്, അല്ലാതെ അവന്റെ കാര്യമല്ല. ആ ഒരു ആത്മാർത്ഥത്തിൽ നിങ്ങൾക്ക് കയറോടില്ലേ? മാഷിന്റെ കാര്യം എങ്ങനെങ്കിലും നടന്നാ മതിയായിരുന്നു. മാഷിന്റെ കാര്യം എങ്ങനെയെങ്കിലും അങ്ങ് നടക്കില്ല. പ്രഭാകരന്റെ സ്കൂൾ വന്നാല് മാഷിന് ജോലി കിട്ടില്ല എന്നേ. അപ്പോ ഞങ്ങളിപ്പോ എന്താ വേണ്ടേ? ഇത് വക്കാലത്ത് ഫോമാണ്. രണ്ടാളും നല്ല മനോഹരങ്ങളായ ഒപ്പുകളിട്ട് ഈ ഫോം എന്നെ ഏൽപ്പിക്കുക. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. മടിച്ചും പേടിച്ചും നിൽക്കേണ്ട സമയമല്ലേ ഇത്. ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം നിയമപ്രകാരം കല്യാണം കഴിച്ച രണ്ടാം ഭാര്യയ്ക്കും മകൾക്കും സ്വത്തിന് ന്യായമായ അവകാശം ഉണ്ടല്ലോ. നിങ്ങൾ കേസിൽ താല്പര്യം എടുക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. കോടതിയിൽ വരണം, ഈ കേസിൽ താല്പര്യം എടുക്കണം. മനസ്സിലായോ? ഭഗവാനെ കാത്തോളണേ. വക്കാലത്തൊപ്പിട്ട് കിട്ടിയത് നിന്റെ കടാക്ഷം തന്നെ. ഇനി കോടതിയാണ്, എന്തു സംഭവിക്കാം. മുകുന്ദം വക്കീലിന് തെളിഞ്ഞ ബുദ്ധി കൊടുക്കേണ്ടത്, നല്ല നല്ല ലോ പോയിന്റ്സ് തോന്നിക്കേണ്ടത് നീയാണ് ഭഗവാനെ. നീയേ തൊട. അത് ഉറഞ്ഞിട്ടില്ല. ഒരു ക്ഷേത്രത്തിനടുത്തുള്ള കടയാവുമ്പോ കുറച്ചുകൂടെ മൃദുവായ തേങ്ങ വേണം വിൽപ്പനയ്ക്ക് വെക്കാൻ, അല്ലാതെ ഇതുപോലുള്ള ഇരുമ്പ് തേങ്ങയല്ല. മനസ്സിലായോ? ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്ത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുകയാണ്. പാർട്ടീഷൻ കേസിന്റെ വിധിയാകുന്നതിന് മുമ്പ് ഇഞ്ചക്ഷൻ വെക്കേറ്റ് ചെയ്താൽ കക്ഷികൾ അധ്യാപകരെ ചേർക്കുകയും അവരിൽ നിന്നും കോഴ വാങ്ങി സ്ഥാപനത്തിന്റെ പേരിൽ ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇഞ്ചക്ഷൻ സസ്റ്റെയിൻ ചെയ്യണമെന്നും സ്വത്തുക്കളുടെ കാര്യത്തിൽ എന്റെ കക്ഷിക്ക് അനുകൂലമായ വിധി ഉണ്ടാകണമെന്നും അപേക്ഷിക്കുകയാണ്. I have filed a detailed objection, Your Honor. അന്യായക്കാരൻ കാലാകാലങ്ങളിൽ അയാളുടെ അച്ഛനിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള വസ്തുക്കളുടെ യഥാർത്ഥ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപിൽ ബോധിപ്പിക്കുകയാണ്. 1979 ജനുവരി 13 വെള്ളിയാങ്കര സബ് രജിസ്ട്രേഷൻ ഓഫീസിലെ 1083 നമ്പർ രജിസ്റ്റർ പ്രകാരം സർവേ നമ്പർ 8/2A മീത്തല ചാത്തോത്ത് തെങ്ങുംപറമ്പ് 75 സെന്റ്. 1982 സെപ്റ്റംബർ 27 308 നമ്പർ രജിസ്റ്റർ പ്രകാരം സർവേ നമ്പർ 3/83A 20 സെന്റ് സ്ഥലവും അതിലുണ്ടായിരുന്ന ഈർച്ചമില്ലും മില്ല് ഉപകരണങ്ങളും. 1987 ജൂൺ 19 സർവേ നമ്പർ 13/47A നെൽകൃഷിക്ക് യോഗ്യമായ 4.5 ഏക്കർ ഭൂമി. ഇത്രയും വസ്തുക്കൾ അന്യായക്കാരൻ നിർബന്ധമായി അച്ഛനിൽ നിന്നും കൈപ്പറ്റിയായിട്ടാണ് അറിവ്. ഭൂമിയിൽ അധികവും അയാൾ കൈമാറ്റം ചെയ്തതായ രേഖകളുമുണ്ട്. പണമായും സ്വർണമായും വേറെയും വസ്തുക്കൾ കൈപ്പറ്റി പലതും ദൂർത്തടിച്ചായിട്ടാണ് അറിയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയുടെ ഇഞ്ചക്ഷൻ നിലനിർത്തരുതെന്ന് അപേക്ഷിക്കുകയാണ്. സ്കൂൾ എന്ന് പറയുന്ന ഒരു പൊതുസ്ഥാപനമായതുകൊണ്ട് അത് ഉത്തരവാദിത്തമില്ലാത്ത ഒരാളുടെ കൈകളിൽ ചെന്ന് ചേരാൻ പാടില്ല. 1 സെന്റ് ഭൂമിക്ക് പോലും ഇനി അന്യായക്കാരന് അവകാശമില്ല. സംഭവമൊക്കെ ശരിയാണ്. അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ പറയാനാണല്ലോ നിങ്ങളെ വെച്ചിരിക്കുന്നത്. ആ അമ്മയും വെറും പാവങ്ങളാ. ആ മാഷയുടെ താല്പര്യം കൊണ്ടാ
മൂന്നും വക്കീൽ വക്കാലത്തെടുത്തത്. എന്ന് വെച്ചാൽ താൻ പറയുകയാണെങ്കിൽ അവരേത് രീതിയിലുള്ള കോംപ്രമൈസിനും തയ്യാറാവും. ഞാൻ അവറ്റകളുടെ അടുത്ത് കോംപ്രമൈസിന് പോകാൻ വേണമെങ്കിൽ മതി. ഇത്രയും സ്വത്തുകൾ അച്ഛൻ തനിക്ക് തന്ന സ്ഥിതിക്ക് ജോലിയും കൂലിയും ഇല്ലാത്ത നിരാലംബരായ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവും. ചിലപ്പോൾ തനിക്കൊന്നും കിട്ടിയെന്നും വരില്ല. നിയമത്തിന്റെ അപ്പുറത്ത് മനുഷ്യത്വം എന്ന് പറയുന്നുണ്ടല്ലോ. അവരുടെ അടുത്ത് കോംപ്രമൈസിന് പോകുന്ന കാര്യം ഒഴിച്ച് എന്തും വക്കീൽ പറഞ്ഞു. താൻ അവരുടെ അടുത്ത് പോകണ്ടോ? ആ മാഷാണല്ലോ അവരുടെ ആള്. അയാളോട് ദൂരം പറ. തനിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. मेरे मन की गंगा और तेरे मन की यमुना का बोल राधा बोल संगम होगा के नहीं अरे बोल राधा ഇതിനേക്കാളും നല്ല മറ്റേ പാട്ടാ. ഏത് ദോസ്ത് ദോസ്ത് നാ രഹാ പ്യാർ പ്യാർ. ഇത് ശോകമാണ്. ഇപ്പോഴത്തെ സന്ദർഭത്തിന് തീരെ യോജിക്കില്ല. അത് അപ്പോ സ്കൂൾ എന്ന് തുടങ്ങും മാഷേ? എത്രയും പെട്ടെന്ന്. പിന്നെ നിന്റെ വണ്ടി എപ്പോഴും സ്കൂളിന്റെ അടുത്ത് തന്നെ ഇട്ടേക്കണം കേട്ടോ. എനിക്ക് ജംഗ്ഷനിൽ പോവാനും പിന്നെ സ്കൂളിന്റെ ഓട്ടം തന്നെ ഒരുപാട് ഉണ്ടാവും അല്ലേ? അതിന്റെ അപ്പോ ഇപ്പൊ നമ്മൾ എവിടേക്കാ മാഷേ? നടന്നാലും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോട്ടെ. ഈ പ്രകൃതി ഭംഗിയൊക്കെ ഞാൻ ഇന്നാണ് ആസ്വദിക്കുന്നത്. വന്നപ്പോഴുള്ള തീ ഇപ്പോഴാണല്ലോ നനഞ്ഞത്. നിർത്ത്. വൈദ്യരെ, പ്രഭാകരൻ കേസ് പൊട്ടുമെന്ന് ഉറപ്പായി. സ്കൂൾ നമുക്ക് തന്നെ. ഞങ്ങളെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോവുക. വരുന്നോ? അപ്പൊ വിധി നമുക്ക് അനുകൂലമായിരിക്കും അല്ലേ? സംശയമുണ്ടോ? മുകുന്ദം വക്കീൽ അവന്റെ ആഫീസ് പൂട്ടിച്ചു. ദൈവം ഉണ്ടല്ലോ മോളിൽ. മാഷേ, ഇതാരാണെന്ന് അറിയാവോ? ഇല്ല. നമ്മൾ രണ്ടാളും ഒരു തോണിയിൽ യാത്ര ചെയ്യുന്നവരാ. എച്ചമ്മാവാൻ വെള്ള പണി കളഞ്ഞു കുളിച്ച അധഭാഗ്യം. ഓഹോ. ഞങ്ങള് തിരുവനന്തപുരത്ത് ശക്തമായി പിടിച്ചിട്ടുണ്ട്. എന്തിന്? സ്കൂള് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനേ. അതിന്റെ ആവശ്യമേ ഇല്ല. മാഷ് ധൈര്യമായിട്ടിരി. ഏറി വന്നാൽ ഒരാഴ്ച. വണ്ടിയിൽ വരുന്നോ? എങ്ങോട്ടാ പക്ഷേ? എങ്ങോട്ടല്ല, മഴക്കാറ് നീങ്ങി മാനം തെളിഞ്ഞു. അപ്പൊ പിന്നെ കാണാം. നന്നായ വണ്ടി വിട്ടു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ നിങ്ങളുടെ താമസ സ്ഥലത്ത് പോയിരുന്നു. എന്നോട് ദേഷ്യമായിരിക്കുമെന്നറിയാം. അന്ന് നിങ്ങൾ ജീപ്പ് തടയാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോയതാണ്. പിന്നീട് അതേക്കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് വിഷമം തോന്നി. അന്നങ്ങനെ സംഭവിച്ചത് നന്നായതേ ഉള്ളൂ. എന്നാ പിന്നെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് ഞാൻ തീരുമാനിച്ചത് അന്നാ. ചൂടോടെ മുകുന്ദം വക്കീലിന് ഏർപ്പാട് ചെയ്യാനുള്ള ആവേശം കിട്ടിയതും ആ സംഭവത്തിന് ശേഷം. ഞങ്ങളുടെ പാർട്ടീഷൻ കേസിനിടയ്ക്ക് നിരപരാധിയായ നിങ്ങൾ കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു വിഷമവും ഇല്ലല്ലോ. നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. 30,000 രൂപ ഒരു ചെറിയ തുകയല്ലല്ലോ. ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. 30 അല്ലെങ്കിൽ 50 വന്നേക്കാം. കേസും കുഴപ്പവും നമുക്ക് അവസാനിപ്പിക്കാം. ഇനി താനത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അയ്യടാ, ഒരു സമാധാനവാദി. കേസ് തോൽക്കുമെന്ന് ഉറപ്പായപ്പോ പുതിയ അടവുകളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യം ജയിക്കും. സ്കൂള് ഞങ്ങൾക്ക് കിട്ടും. ഇനി തേങ്ങയിടാനെന്നോ മറ്റോ പറഞ്ഞ് അങ്ങോട്ട് വന്നാൽ തന്റെ കാല് ഞങ്ങൾ അടിച്ചൊടിക്കും. നടയാ, വണ്ടി വിടണം. പശുക്കൾക്കല്ലേ, കൊടുത്തോളൂ. പച്ചപ്പുല്ല് കിട്ടാൻ വഴിയില്ലേ? പശുക്കൾക്കേ ഈ വൈക്കോല് വിശന്നിരിക്കുമ്പോ തിന്നുന്നേ ഉള്ളൂ. പച്ചപ്പുല്ലാവുമ്പോ കർമുറ ചവച്ചു തിന്നാൻ പശുക്കൾക്ക് വലിയ ഹര. വേറെ പോഷകാഹാരം എന്താ കൊടുക്കുക? ഓക്കെ കന്നുകാലിത്തീറ്റ കൊടുക്കുവോ? ഇല്ല. പരുത്തിക്കുരു? ഇല്ല. അയ്യോ, പരുത്തിക്കുരു കൊടുക്കണം. കോട്ടൺ സീഡ് അറിയില്ലേ? നല്ലോണം വേവിച്ച് കഞ്ഞി വെള്ളത്തിൽ ചുമ്മാ കലക്കി കൊടുത്താൽ മതി. ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി പാല് കിട്ടും. തേങ്ങാ പിണ്ണാക്ക് വേണ്ടട്ടോ. കടലപ്പിണ്ണാക്ക് വളരെ നല്ലതാണ്. പാല് പുറത്ത് വിൽക്കാറുണ്ടോ? അതിന് മാത്രം ഉണ്ടാവാറില്ല. ഉള്ളത് വിറ്റ് കളയണം. എന്റെ വീട്ടിൽ കറവയുണ്ടായിരുന്നപ്പോഴേ ചെറുപ്പത്തില് ചായക്കടയിലേക്ക് പാല് കൊണ്ടുവരുന്നത് ഞാനാ. കുറച്ച് ഞാൻ വഴിയിൽ വെച്ച് കുടിക്കും, എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കും. പക്ഷെ പാല് ഫാറ്റാണ്, കൊളസ്ട്രോൾ കൂടും. ചൂടായി നിൽക്കുന്ന ബോഡിയെ ഒന്ന് തണുപ്പിക്കുക, അത്ര തന്നെ. പിന്നെ സംഭവഗതികളാകെ തല കീഴായി മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ആ പ്രഭാകരൻ എന്നെ കാണാൻ വന്നിരുന്നു. 30,000 പകരം 50,000 തരാമെന്ന്. PK സുധാകരൻ അങ്ങനെ വിലക്കെടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അവനൊന്നും കിട്ടില്ലെന്ന് അവൻ ഉറപ്പായി. ഒരു കോംപ്രമൈസിനുള്ള ശ്രമമാണ്. മാഷിന്റെ നാട് എവിടെയാ? കടവത്തൂര്. BA കഴിഞ്ഞതിന് ശേഷം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തു. ടെമ്പററി ആയിട്ട്
പഞ്ചായത്ത് ഓഫീസിലും ഈ നാളികേര വികസന ബോർഡിലും ഒക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിരുന്നു. കുറച്ചു കാലം പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിരുന്നു. PTC കഴിഞ്ഞിട്ട് ഇപ്പോ 4-5 കൊല്ലായി. സ്കൂൾ കിട്ടാനിട്ടല്ല, ഈ പൈസ ഒപ്പിച്ചെടുക്കാൻ കുറച്ച് കാലതാമസം നേരിട്ടു. ഭാനുമതി എന്നാ പേരല്ലേ? മാധവ പറഞ്ഞു. പിന്നെ ഞാൻ കേട്ടത് ശരിയാണോ? എന്ത്? കവിത എഴുതുന്ന അസുഖമുണ്ടോ? കവിത എഴുത്തൊരു അസുഖമാണോ? സോറി, എനിക്ക് ഒരു കവി സുഹൃത്തുണ്ട്. അവനോട് സംസാരിക്കും പോലെ സംസാരിച്ച് പോയതാണ്. ഞാൻ സത്യത്തിൽ കവിതയുടെ വലിയൊരു ആരാധകനാണ്. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചൂഴ്ന്നെടുത്തില്ലേ എന്നൊക്കെയുള്ള കവിതകളെ ഞാൻ മനപ്പാഠം പഠിച്ച് ചൊല്ലാറുണ്ട്. പക്ഷെ ചൊല്ലാൻ ഭയങ്കര സ്ട്രെയിനാ. കുട്ടിയുടെ കവിതയിൽ വിപ്ലവം ഉണ്ടോ? വിപ്ലവമൊന്നുമില്ല. ഭാവഗീതങ്ങളായിരിക്കും അല്ലേ? അതിപ്പോ ഞാനെന്താ പറയാ? ആയിരിക്കും. ആ, മാഷിരിക്കുന്നോ? കുടിക്കാൻ എന്തേലും? വേണ്ട വേണ്ട വേണ്ട, ഞാനിപ്പോ പിന്നെ കാണാം. പിന്നെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങാണ്. വരാൻ കാണാം.